നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എക്സാമാണ്, റിവിഷൻ എക്സാമാണ്. അതായത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളോടാണ് നമ്മൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് വരാൻ പോകുന്ന LGS എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് കംപ്ലീഷൻ ചെയ്യുന്ന ഒരു ചലഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ, അതായത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇതുവരെ നമ്മൾ 10 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 9 വീഡിയോയിൽ നിന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 90 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സാം രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആൻസർ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് എഴുതി വെക്കുകയോ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഒന്നാമത്തെ ചോദ്യം, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ, ചൈന. രണ്ടാമത്തെ ചോദ്യം, പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, മാഹിയാണ്. നാലാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പുതുച്ചേരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 2 പ്രസ്താവനയുണ്ട്, അതിൽ ശരിയായത് ഏതൊക്കെയാണ്? 1, 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിച്ചു. 2, 1784 വില്യം ജോൺസ് യങ് ബംഗാൾ മൂവ്മെന്റ് രൂപീകരിച്ചു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളത്. ഏഴാമത്തെ ചോദ്യം, 1908 ജയിൽവാസ സമയത്ത് ആരംഭിച്ച തെഹ്സീബുൽ അഖ്ലാഖ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇനി ചുവടെ പറയുന്നവയിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. 1, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഓപ്ഷൻ ബി, ഇന്ത്യയുടെ രാഷ്ട്രശില്പി മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി, ഇന്ത്യയുടെ ദേശീയ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി. ഓപ്ഷൻ ഡി, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇതിൽ ഒരു പ്രസ്താവന തെറ്റാണ്, അതേതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയുടെ രാഷ്ട്രശില്പി മഹാത്മാഗാന്ധി എന്നുള്ളത് തെറ്റാണ്. 9ാമത്തെ ചോദ്യം, ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാണ്? ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഓപ്ഷൻ സി ആണ്, സീതാറാമാണ്. 10ാമത്തെ ചോദ്യം, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ആസ്പദമാക്കിക്കൊണ്ട് നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിനബന്ധു മിത്രയാണ്. 11, 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ ചെണ്ടക്കാരൻ. 12ാമത്തെ ചോദ്യം, 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മംഗൾ പാണ്ഡെയാണ്. 13ാമത്തെ ചോദ്യം, ജെയിംസ് ഹ്യൂസിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജോൺ ഹെയ്സി ആണ്. 14ാമത്തെ ചോദ്യം, ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദത്താവകാശ നിരോധന നിയമമാണ്. 15ാമത്തെ ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, കോളിൻ ക്യാമ്പൽ. 16ാമത്തെ ചോദ്യം,
1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. അറബിക്കടലിലെ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. 2, ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 2 ശരിയാണ്, 1 തെറ്റാണ്. 18ാമത്തെ ചോദ്യം ബന്ധം മനസ്സിലാക്കിയിട്ട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തെക്ക് പാഴ്സൺസ് പോയിന്റ്, അങ്ങനെയാണെങ്കിൽ കിഴക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കിബത്തു ആണ്. 20ാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ? ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ? ആൻസർ ഓപ്ഷൻ എ ആണ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. 21ാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളും അവയുടെ അപരനാമങ്ങളും നൽകിയിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അതായത് ഇത് എ കോളം എന്നെടുക്കാം, ഇത് ബി കോളം. അപ്പോൾ എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ നോക്കുക. ഞാൻ ആൻസർ പറയാൻ പോവാണ്. 21ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 2 പ്രസ്താവന നൽകിയിട്ടുണ്ട്, ഇതിൽ ശരിയായത് ഏതാണ്? 1, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം കിഴക്ക് പടിഞ്ഞാറ് ദൂരത്തേക്കാൾ കൂടുതലാണ്. 2ാമത്തത് ഇന്ത്യയുടെ അക്ഷാംശം 68°7 കിഴക്കിനും 97°25 കിഴക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 2 പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. 2ാമത്തത് തെറ്റാണ്. 23 കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇടുക്കിയാണ്. 24 കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ ഗ്രാമം. ആൻസർ ഓപ്ഷൻ സി ആണ്, തലപ്പാടിയാണ്. 25ാമത്തെ ചോദ്യം കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5 എണ്ണമാണ്. 26ാമത്തെ ചോദ്യം കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയതാരാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, MT വാസുദേവൻ നായർ. 27ാമത്തെ ചോദ്യം കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 27. 28ാമത്തെ ചോദ്യം SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇരവഴിഞ്ഞിപ്പുഴ. 29 മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഭവാനി. 30 ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ആൻസർ ഓപ്ഷൻ സി ആണ്, പാമ്പാർ. 31 ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചാലക്കുടി. 32ാമത്തെ ചോദ്യം നെയ്യാർ നദിയുടെ നീളം എത്രയാണ്? നെയ്യാർ നദിയുടെ നീളം. ആൻസർ ഓപ്ഷൻ എ ആണ്, 56 കിലോമീറ്റർ. 33ാമത്തെ ചോദ്യം മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്?
ഓപ്ഷൻ എ ആണ് ചന്ദ്രഗിരി പുഴ. 34 പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമരാവതി. 35ാമത്തെ ചോദ്യം, കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തിരുമക്കുടലാണ്. 36 അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ സി ആണ് ശിരുവാണി. 37 സുഭാഷ് ചന്ദ്രബോസിന് INA നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് റാഷ് ബിഹാരി ബോസ് ആണ്. 38 ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി NG രംഗ. 39 മൈസൂരിന്റെ പ്രതിനിധിയായിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദിവാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സർ മിർസ ഇസ്മായിൽ ആണ്. 40ാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ് ബീഗം ജഹാര ഷാനവാസ്. 41ാമത്തെ ചോദ്യം, 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ് 107 പേരാണ്. 42ാമത്തെ ചോദ്യം, ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗോപബന്ധു ചൗധരിയാണ്. 43ാമത്തെ ചോദ്യം, രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത് ആരാണ്? രഘുപതി രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിഷ്ണു ദിഗംബർ പുലസ്കർ ആണ്. 44ാമത്തെ ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യത്തെ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് രുക്മിണി ലക്ഷ്മിപതിയാണ്. 45 സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ സി ആണ് 31 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. 46 അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നതെന്നാണ്? ഓപ്ഷൻ എ ആണ് 19 നവംബറിനാണ്, 1919 നവംബറിൽ. 47ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പഠന ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ്. നാക്ക് ഗ്ലോസോളജി, ചെവി ഓട്ടോളജി, ത്വക്ക് ഡെർമറ്റോളജി, മൂക്ക് റെനോളജി. ഇനി 48 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഓപ്ഷൻ സി ആണ്. ഇത് എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 49ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ നാക്ക് എന്ന അവയവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. നിങ്ങൾ പൗസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തിക്കോട്ടോ, ഞാൻ ആൻസർ പറഞ്ഞു പോകും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 50ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിലും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നിങ്ങൾ ജസ്റ്റ് പൗസ് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 51ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ തെറ്റായ പ്രസ്താവന. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 4ാമത്തത് മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയുള്ളത്. 52ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക.
ഇതിൽ ഞാൻ വിഷമദൃഷ്ടി മാത്രമേ പറയാത്തുള്ളൂ എന്നുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പോസ് ചെയ്യുക, എൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. A2 B1 C4 D3. 53ാമത്തെ ചോദ്യം, താഴ്ന്നിരിക്കുന്നവയിൽ നിന്ന് വെള്ളെഴുത്ത് എന്ന നേത്രരോഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വെള്ളെഴുത്ത് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. 54ാമത്തെ ചോദ്യം, മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന, മസ്തിഷ്കത്തിലെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. 55, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കപാലമാണ്. 56, വൃക്കകൾ, കരള് എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ വഹിക്കുന്ന മറ്റൊരു അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ത്വക്ക്. 57, തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ശരിയായ ജോഡികൾ, അതായത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്, 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 58ാമത്തെ ചോദ്യം, റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച ആറ്റത്തിന്റെ ഘടനയെ പറ്റിയുള്ള നിഗമനങ്ങൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. 59, ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഏതാണ്? ഒരാറ്റത്തിലെ അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകം. ആൻസർ ഓപ്ഷൻ ബി, എ ആണ്. എ ആണ് മാസിനെ സൂചിപ്പിക്കുന്നത്. ഇനി 60ാമത്തെ ചോദ്യം, പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ്. ഓപ്ഷൻ സി ആണ്, പ്രോട്ടോണിന്റെ മാസ് 1.6726 × 10⁻⁻27. 61ാമത്തെ ചോദ്യം, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഏതാ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. 62, ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, J. തോംസൺ. 63, സത്ലജിന്റെ പതനസ്ഥാനം എവിടെയാണ്? സത്ലജ് നദിയുടെ പതനസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിനാബ് നദി. 64ാമത്തെ ചോദ്യം, ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാം ഏതാണ്? ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാം. ഓപ്ഷൻ സി ആണ്, ബഗ്ലിഹാർ ഡാം ആണ്. 65, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 709 കിലോമീറ്റർ. 66ാമത്തെ ചോദ്യം, പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ടർബേല ഡാം. 67ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചില്ലാർ. 68, ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ട ഡെൽറ്റ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുന്ദർബൻ ഡെൽറ്റയാണ്. 69ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സോൺ ആണ്. 70ാമത്തെ ചോദ്യം, സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് പാടലീപുത്രം. 71 ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അംബാല. 77 ഗംഗ ഏത് സ്ഥലത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഫറാക്കയാണ്. 73 ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സാദിയ. 74 ദിബ്രുഗഡിനെയും അപ്പർ ആസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബോഗിബീൽ പാലം. 75 ചോദ്യം ഉയരം കൂടുന്നതനുസരിച്ച് സ്ഥിതികോർജ്ജത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ഓപ്ഷൻ എ ആണ് കൂടുകയാണ് ചെയ്യുന്നത്. 76 ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 4 ഇരട്ടിയാകും. 77 ചോദ്യം ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ½ mv² ആണ്. 78 ചോദ്യം തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്നതിന്റെ എതിർദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടെങ്കിൽ തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നെഗറ്റീവ് പ്രവൃത്തിയാണ്. 79 പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബലം ഇൻറ്റു സ്ഥാനാന്തരം. 80 ചോദ്യം ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാസോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. 81 ചോദ്യം ഊർജ്ജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തോമസ് യങ്. 82 ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. 83 ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തോ എന്നിട്ട് ഇതായിക്കോ. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 84 ചോദ്യം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 4ാമത്തെ പ്രസ്താവന മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാ ഇതിൽ ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. 85 ചോദ്യം ശരി അല്ലാത്ത പ്രസ്താവനയാണ്. ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവന 4 പ്രസ്താവന ഉണ്ട്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്തല്ല ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. 4 മാത്രമേ എന്തുള്ളൂ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. 86 ചോദ്യം ഇവിടെയും ഏതാ ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലാത്ത പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ആൻസർ പറയാണ് ഓപ്ഷൻ ബി ആണ്. 3, 4 ആണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ. 87 ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡൽഹിയാണ്. 88 ചോദ്യം ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന കാലയളവ്. ആൻസർ ഓപ്ഷൻ എ ആണ്.
10 വർഷത്തിലൊരിക്കലാണ്. ഇനി 89ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന 4 പ്രസ്താവനയുണ്ട്, അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതൊക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, 4 പ്രസ്താവന ഉള്ളത്. ഈ 4 പ്രസ്താവനകൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയോ? 4 ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അത് 4 ക്വസ്റ്റ്യൻ ആണ് എന്താകുന്നത്, ഒരു പ്രസ്താവനയായിട്ട് മാറുന്നത്. വേറെ ഡിഫിക്കൽട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇതിൻ്റെ. ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഈ 4 പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ 4 പ്രസ്താവനകൾ. ഇനി 90ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. ഇവിടെയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമ്മൾ 90 ചോദ്യങ്ങൾ, ചിലപ്പോൾ ഒരു 89 തോന്നുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടോ. ജസ്റ്റ് നിങ്ങൾ നോക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. പിന്നെ അപ്പോൾ നിങ്ങൾ എത്ര ശരിയായി എത്ര തെറ്റായി എന്നൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്.